എല്ലാവർക്കും നമസ്കാരം. അഭിരാം സുന്ദറാണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് എന്നെ അറിയാമെന്ന് കരുതുന്നു. ചെറിയൊരു യൂട്യൂബറാണ്. അപ്പം ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോയിൽ വരുന്നത്, നിങ്ങൾ ചിലപ്പോൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കാം. ന്യൂ ഇയർ പാർട്ടിക്കിടയിൽ DJ പ്രോഗ്രാം നിർത്താൻ വേണ്ടി ലാപ്ടോപ്പ് ചവിട്ടി നശിപ്പിക്കുന്ന പോലീസുകാരുടെ ഒരു വീഡിയോ. അപ്പോൾ അത് എൻ്റെ ലാപ്ടോപ്പായിരുന്നു. അപ്പം എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പത്തനംതിട്ടയിലൊരു കാർണിവലുണ്ട്. ഞാൻ ആ ക്ലബിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ അവരുടെ ക്ലബ്ബിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നലെയാണ് അവരെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചു പറഞ്ഞു, വന്ന് നമുക്ക് പെർഫോം ചെയ്യാം. ഞാൻ പേയ്മെൻറ്റിനൊന്നും അല്ല അവിടെ ചെന്നേ. എല്ലാവരും നമ്മുടെ ഫോളോവേഴ്സിന് എല്ലാവർക്കും DJ ഫ്രീ ആയിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് അവർക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടി ചെന്നതാണ്. എനിക്കിതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ അവിടെ ചെന്ന് നമ്മളെല്ലാം സെറ്റിങ് ചെയ്ത്. അപ്പോൾ അതിന് മുന്നേ ഗാനമേള ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തൊട്ട് അവിടെ കമ്മിറ്റിക്കാരോടും അവിടുത്തെ കൗൺസിലറിനോടും എല്ലാവരോടും നമ്മളവിടെ പെർമിഷൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് അവിടെ പെർമിഷൻ ഒരു പ്രോബ്ലം ഇല്ല, എല്ലാം ഓക്കെ ആണെന്നാണ്. പക്ഷേ ഞാൻ ചോദിച്ച ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 11:30-ക്കും 12:15 ഇടയ്ക്ക് തരാൻ പറ്റും. ആ സമയത്ത് നമുക്ക് DJ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ പോകാമെന്നായിരുന്നു. പക്ഷേ ഈ ഗാനമേള തീർന്നു വന്നപ്പോഴത്തേന് ഏകദേശം 12:30 സമയമായി. അപ്പോൾ 12:30-ക്കാണ് DJ തുടങ്ങാൻ പോകുന്നത്. ഇവർ ഉച്ചതൊട്ടേ അനൗൺസ് ചെയ്യുന്നുണ്ട് ഇവിടെ DJ ഉണ്ട്. ഉച്ചയായപ്പോൾ തന്നെ അവരുടെ പ്രൊഫൈലിൽ അവർ പോസ്റ്ററും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫോളോവേഴ്സ് അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഭയങ്കര സന്തോഷത്തിലാണ് പോയത്, കാരണം എല്ലാവരും ന്യൂ ഇയറിന് അവിടെ എത്തും എന്നൊക്കെ ഓർത്ത്. അങ്ങനെ ഏകദേശം രാത്രി 1 മണി സമയമായി. നമ്മുടെ DJ തുടങ്ങേണ്ട സമയമായപ്പോൾ സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞു, എല്ലാം റെഡിയാക്കി. നമ്മൾ 1-2 പാട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2-3 പാട്ടായി കാണും. ആ ഒരു ടൈമായപ്പോൾ ഒരു പോലീസുകാരൻ കയറി വരുന്നത് കണ്ടു. ഞാൻ കണ്ടുകൊണ്ടേ പാട്ട് ഓഫ് ചെയ്തു ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്നൊരു സാറ് കയറി വന്നിട്ട് കാല് വെച്ച് നമ്മുടെ ലാപ്ടോപ്പ് അടിച്ച് പൊട്ടിച്ച് ചവിട്ടി നശിപ്പിച്ച് 2 പീസാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിപ്പുണ്ട്. ലാപ്പിൻ്റെ സ്ക്രീനൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ലാപ്പ് മൊത്തത്തിൽ പോയി. ലാപ്ടോപ്പ് പോയി. ഏകദേശം 1 ലക്ഷം രൂപ അടുപ്പിച്ച് വില വരുന്ന ഗെയിമിംഗ് ലാപ്പായിരുന്നു. ഞാൻ അത്രയും ആഗ്രഹിച്ച് അത്രയും കുറേ കഷ്ടപ്പെട്ട് ഒരുപാട് ഫയലുകൾ ആ ലാപ്ടോപ്പിലുണ്ടായിരുന്നു. അതാണ് ആ സാറ് നിമിഷ നേരം കൊണ്ട് നശിപ്പിച്ചത്. 2 നമ്മുടെ DJയുടെ കൺസോൾ നശിപ്പിക്കാൻ നോക്കി. പക്ഷേ അതെന്തോ ഭാഗത്തിനൊന്നും പറ്റിയില്ല. ഞാനങ്ങ് ഭയങ്കര വിഷമിച്ചു പോയി. കാരണം നമ്മുടെ അത്രയും ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. എന്നെപ്പോലെ ഒരു കലാകാരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. അതും പുതിയ ഒരു വർഷം തുടങ്ങുകയാണ്, പുതുവത്സര ദിനമാണ്. ആ ദിനത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് ഈ ഓഡിയൻസിൻ്റെ ഇടയ്ക്കൂടെ അവിടെ നിന്നവർക്ക് കണ്ടറിയാൻ പറ്റും, വലിച്ചഴച്ച് ഈ കുറ്റവാളികളെ കൊണ്ടുവന്നാണെങ്കിൽ ഇങ്ങനെ കോളറിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇഴച്ച് നേരെ ആൾക്കാരുടെ നടുക്കൂടെ എന്നെ ജീപ്പിൽ കൊണ്ട് കയറ്റി. എന്നിട്ട് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അന്നത്തെ ദിവസം മൊത്തവും എന്നെ സ്റ്റേഷനിൽ ഇരുത്തി. എന്തിനാണ് എന്നെ ഇരുത്തിയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനായിട്ട് അവിടെ ഒന്നും ചെയ്തില്ല. ഞാൻ അവിടെ പാട്ടിട്ട് ആ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം നടത്താൻ ചെന്നു. അല്ലാതെ ഒരു തെറ്റും ഞാനവിടെ ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിക്കാൻ ഒരു പരിപാടി അവിടെ ചെയ്തിട്ടില്ല. പക്ഷേ എന്തിനാണ് എന്നോട് അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന് എൻ്റെ അച്ഛനും അമ്മയും ഞാനും കൂടെ ആ സ്റ്റേഷനിൽ ഇരുന്ന് നേരം വെളുപ്പിച്ച്. ന്യൂ ഇയർ ദിനമാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ നാളത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെ സംഭവം വന്നപ്പം ഇനി അങ്ങോട്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്യും അങ്ങനെയൊക്കെ ആയിപ്പോയി ചിന്ത. അത്രയ്ക്ക് നാണം കെട്ടുപോയി. ഒരിക്കലും മറക്കത്തില്ല. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു അവിടെ ഉണ്ടായത്. അപ്പോൾ ഒരുപാട് പേര് തിരക്കുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. ഇത്രയാണ് സംഭവിച്ചത്. കൂടാതെ എനിക്ക് തോന്നുന്നത് ചെറിയ പെറ്റി കേസായിട്ടാണ് എന്തൊക്കെയോ കുറേ കേസുകളും എഴുതി ചേർത്തിട്ടുണ്ടെന്നാണ് സംഭവം. രാവിലെ വരെ എന്നെ അവിടെ സ്റ്റേഷനിൽ ഇരുത്തി. രാവിലെ 3-4 കേസ് എഴുതി ചേർത്തിട്ടാണ് എന്നെ വിട്ടത്. കേസെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യവും അവിടെ ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. എന്തിനു വേണ്ടിയാണ് ആ കേസ് എഴുതി ചേർത്തിയെന്നും എനിക്കിതുവരെ അറിഞ്ഞുകൂടാ. ഇതിലെനിക്ക് ഏറ്റവും വിഷമമായി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഓക്കെ ടൈം തന്നിരിക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കൊന്ന് നിർത്തിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അവർ അന്നേരം വന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു, എല്ലാം ഓഫ് ചെയ്യും എന്ന് പറഞ്ഞാൽ മതി. ഇത് പറയുന്നതിന് മുന്നേ ഞാൻ ഓഫ് ചെയ്തു. അവിടെ നിന്നിരിക്കുന്ന ഓരോ ഓഡിയൻസിനോട് ചോദിച്ചാലും മനസ്സിലാവും. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ സാറ് ചവിട്ടിപ്പൊളിക്കുന്നത്. അതിൻ്റെ എല്ലാ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. ചവിട്ടിപ്പൊളിക്കുമ്പോഴും ഞാനൊന്നും പ്രതികരിക്കുന്നില്ല. നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുക. 2 കമ്മിറ്റിക്കാരൊക്കെ അപ്പോഴേ പോയി. ഞാൻ ഒറ്റയ്ക്കായി.